നമസ്കാരം. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിഭാഗം 2ാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ മായാദേവി, കൊല്ലം ജില്ലയിലെ ജയജ്യോതി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജി വിഭാഗം അധ്യാപികയാണ്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് വിവിധ തരം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളായ സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ, കപ്പാസിറ്റർ ടൈപ്പ് മോട്ടോർ, ഷേഡഡ് പോൾ മോട്ടോർ എന്നിവയും യൂണിവേഴ്സൽ മോട്ടോർ, ബ്രഷ്ലെസ് DC മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർ എന്നിവയാണ്. നമുക്ക് ക്ലാസ് തുടങ്ങാം. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇന്നത്തെ ഈ 16ാമത്തെ വോളിയം ക്ലാസ്സിൽ നമ്മൾ വിവിധ തരം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വോളിയത്തിൽ നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളെക്കുറിച്ചും സ്റ്റാർട്ടറുകളെക്കുറിച്ചും വിശദമായി പഠിച്ചു കഴിഞ്ഞു. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർ കണക്റ്റഡ് സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് 3 ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഫാരഡേ നിയമപ്രകാരം റോട്ടർ കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ലെൻസസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ ഉണ്ടായോ അതിനെ ഒപ്പോസ് ചെയ്യാനായി ശ്രമിക്കുന്നു. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, ഇൻഡ്യൂസ്ഡ് EMF ഓൾവേസ് ഒപ്പോസസ് ദി കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വ്യതിയാനത്തിനനുസരിച്ച് റോട്ടർ തിരിയാൻ തുടങ്ങുന്നു. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് സിങ്ക്രണസ് സ്പീഡ് NSഉം റോട്ടർ സ്പീഡ് മോട്ടറിൻ്റെ സ്പീഡ് Nഉമാണ്. എന്നാൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ സിംഗിൾ ഫേസ് സപ്ലൈ ഒരു കോയിൽ കൂടി മാത്രം കടന്നു പോകുമ്പോൾ അവിടെ ഒരു പൾസേറ്റിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് ഫീൽഡും ഉണ്ടാകുന്നു. ഈ പൾസേറ്റിംഗ് ഫീൽഡിന് റോട്ടറിനെ തിരിയാനുള്ള ടോർക്ക് കൊടുക്കാനുള്ള കഴിവ് ഇല്ല. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളിൽ ഒരു കോയിൽ മാത്രമായാൽ അത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അതിനാൽ സ്റ്റാർട്ടിങ്ങിനായി സിംഗിൾ ഫേസ് മോട്ടോറുകളെ 2 ഫേസ് മോട്ടോറുകളാക്കി മാറ്റുന്നു. വിവിധ തരം സിംഗിൾ ഫേസ് മോട്ടോറുകൾ നമുക്ക് പഠിക്കാം. ഒന്ന്, സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ. സ്പ്ലിറ്റ് ഫേസ് മോട്ടറിൽ സ്റ്റേറ്ററിൽ 2 കോയിലുകളുണ്ട്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ് അല്ലെങ്കിൽ ഓക്സിലറി വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ് അല്ലെങ്കിൽ മെയിൻ വൈൻഡിങ്ങും ആണ് ഉള്ളത്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് കൂടുതലും ഇൻഡക്റ്റൻസ് കുറവുമാണ്. റണ്ണിങ് വൈൻഡിങ്ങിന് ഇൻഡക്റ്റൻസ് കൂടുതലും റെസിസ്റ്റൻസ് കുറവുമാണ്. സ്റ്റേറ്ററിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ 2 കോയിലുകളിലെയും കറണ്ടുകൾ തമ്മിൽ 30 ഡിഗ്രിയോളം ഫേസ് വ്യതിയാനം ഉണ്ടാകുന്നു. സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഫേസ് വ്യതിയാനമുള്ളതിനാൽ എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് റോട്ടർ കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. റോട്ടറിൽ ടോർക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നു. മോട്ടർ 2 ഫേസ് മോട്ടറായി സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് നോർമൽ സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്വിച്ച് സ്റ്റാർട്ടിംഗ് കോയിലിന് സീരീസായാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് കോയിലിനെ ഓട്ടോമാറ്റിക് സ്വിച്ച് കട്ട് ഓഫ് ചെയ്യുന്നു. 2, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ അല്ലെങ്കിൽ CSIR മോട്ടോർ. CSIR മോട്ടോർ സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ പോലെ തന്നെ സ്റ്റേറ്ററിൽ 2 കോയിലുകളാണുള്ളത്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസായി ഒരു കപ്പാസിറ്ററും ഓട്ടോമാറ്റിക് സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്പ്ലിറ്റ് ഫേസ് മോട്ടറുമായിട്ടുള്ള വ്യത്യാസം. മോട്ടോർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ റണ്ണിങ് വൈൻഡിങ്ങിന് ഇൻഡക്റ്റൻസ് കൂടുതലായതിനാൽ കറണ്ട് വോൾട്ടേജിനെ അപേക്ഷിച്ച് ലാഗ് ചെയ്യുന്നു. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൽ കപ്പാസിറ്റർ ഉള്ളതിനാൽ കറണ്ട് വോൾട്ടേജിനെ അപേക്ഷിച്ച് ലീഡ് ചെയ്യുന്നു. 90 ഡിഗ്രിയോളം ഫേസ് വ്യതിയാനം 2 കറണ്ടുകൾ തമ്മിലും ഉണ്ടാകുന്നു. തന്മൂലം എയർ ഗ്യാപ്പിലുണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് റോട്ടർ കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റോട്ടർ ക്ലോസ്ഡ് ആയതിനാൽ ഒഴുകുന്ന കറണ്ട് മൂലം റൊട്ടേറ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നു.
മോട്ടർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. മോട്ടോർ നോർമൽ സ്പീഡ് എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സ്വിച്ച് കപ്പാസിറ്റർ ഉൾപ്പെടുന്ന സ്റ്റാർട്ടിംഗ് കോയിലിനെ കട്ട് ഓഫ് ചെയ്യുന്നു. CSIR മോട്ടോറുകൾക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കൂടുതലാണ്, പവർ ഫാക്ടറും കൂടുതലാണ്. ലേത്തുകൾ, ഡ്രില്ലിംഗ് മെഷീൻസ് എന്നിവയിലൊക്കെ ഇവ ഉപയോഗിക്കുന്നു. അടുത്തത് പെർമനൻ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടോർ അല്ലെങ്കിൽ PSC മോട്ടോർ. CSIR മോട്ടറിൽ സ്റ്റാർട്ടിംഗ് കോയിലിന് സീരീസായി ഓട്ടോമാറ്റിക് സ്വിച്ച് ഉണ്ട്. PSC മോട്ടറിൽ ഈ ഓട്ടോമാറ്റിക് സ്വിച്ച് ഇല്ല എന്നൊരു വ്യത്യാസം മാത്രമേ രണ്ടും തമ്മിലുള്ളൂ. സീലിംഗ് ഫാൻ, ടേബിൾ ഫാൻ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ധാരാളം ഉപകരണങ്ങളിൽ PSC മോട്ടോറുകൾ ഉപയോഗിക്കുന്നു. റണ്ണിംഗ് വൈൻഡിങ്ങിന് ഇൻഡക്റ്റൻസ് കൂടുതലാണ്. മോട്ടോർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ റണ്ണിംഗ് വൈൻഡിങ്ങിലെ കറണ്ട് വോൾട്ടേജിനെ അപേക്ഷിച്ച് ലാഗ് ചെയ്യുന്നു. കപ്പാസിറ്റർ സീരീസിൽ കണക്ട് ചെയ്തിട്ടുള്ളതിനാൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലെ കറണ്ട് വോൾട്ടേജിനെ അപേക്ഷിച്ച് ലീഡ് ചെയ്യുന്നു. രണ്ട് കറണ്ടുകളും തമ്മിൽ 90 ഡിഗ്രിയോളം ഫേസ് വ്യതിയാനം ഉണ്ടാകുന്നു. തന്മൂലം എയർ ഗ്യാപ്പിലുണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. റോട്ടറിൽ കറണ്ട് ഉണ്ടാകുകയും റോട്ടറിന് തിരിയാനുള്ള ടോർക്ക് കിട്ടുകയും ചെയ്യുന്നു. കപ്പാസിറ്റൻസ് വാല്യൂ കുറഞ്ഞ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നതിനാൽ മീഡിയം ടോർക്കാണ് ഈ മോട്ടോറുകൾക്കുള്ളത്. കപ്പാസിറ്റർ സ്ഥിരമായി സർക്യൂട്ടിൽ നിൽക്കുന്നതിനാൽ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഷെയ്ഡഡ് പോൾ ടൈപ്പ് മോട്ടോർ, ഇതിനെ നമ്മൾ ഫേസ് ഷിഫ്റ്റ് മോട്ടോർ എന്നും പറയും. സ്റ്റേറ്ററിൽ സാലിയൻ്റ് പോളുകളാണുള്ളത്. റോട്ടർ സ്ക്വിറൽ കേജ് ടൈപ്പാണ്. സ്റ്റേറ്റർ ഫീൽഡ് വൈൻഡിങ്സ് സീരീസിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നു. ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റർ പോളുകളിൽ ഒരറ്റം കട്ട് ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇതിനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൽ ഒരു കോപ്പർ കോയിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നു. സിംഗിൾ ഫേസ് സപ്ലൈ മോട്ടോർ ഫീൽഡിലേക്ക് കൊടുക്കുമ്പോൾ കോറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. മാഗ്നറ്റിക് ആക്സസ് അൺഷെയ്ഡഡ് പോർഷനിൽ നിന്നും ഷെയ്ഡഡ് പോർഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാകുന്നതിനാൽ ഫാരഡേ നിയമപ്രകാരം ഷെയ്ഡഡ് കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. മെയിൻ കറണ്ടും ഷെയ്ഡഡ് കോയിലും കറണ്ടും തമ്മിലുള്ള ഫേസ് വ്യതിയാനം മൂലം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. റോട്ടറിന് തിരിയാനുള്ള ടോർക്ക് കിട്ടുന്നു. മോട്ടോർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഷെയ്ഡഡ് പോൾ മോട്ടോറുകൾക്ക് വില കുറവാണ്, ടോർക്കും കുറവാണ്. ഇലക്ട്രിക് ക്ലോക്ക്, ചെറിയ ഫാനുകൾ എന്നിവയിലാണ് ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സൽ മോട്ടോറുകൾ. AC-യിലും DC-യിലും പ്രവർത്തിപ്പിക്കാവുന്ന യൂണിവേഴ്സൽ മോട്ടോറുകളെ AC സീരീസ് മോട്ടോറുകൾ എന്നും പറയുന്നു. സ്റ്റേറ്ററിൽ ലാമിനേറ്റ് ചെയ്ത 2 സാലിയൻ പോളുകളാണുള്ളത്. എഡി കറണ്ട് ലോസ് കുറയ്ക്കുന്നതിനായി സ്റ്റേറ്റർ പോളുകളും റോട്ടർ പോളുകളും ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. വൈൻഡിങ്സ് റോട്ടർ സ്ലോട്ടുകളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. റോട്ടർ വൈൻഡിങ്സ് സ്റ്റേറ്റർ ഫീൽഡ് വൈൻഡിങ്ങിന് സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു. AC അല്ലെങ്കിൽ DC സപ്ലൈ കൊടുക്കുമ്പോൾ സീരീസിലുള്ള റോട്ടറിലും കറണ്ട് ഒഴുകുന്നു. കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന റോട്ടറിലേക്ക് കറണ്ട് ഒഴുകുമ്പോൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. Whenever a current carrying conductor is placed in a magnetic field, it will experience a force എന്ന തത്വമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. മോട്ടറിൽ യൂണിഡയറക്ഷൻ ടോർക്കാണ് ഉണ്ടാകുന്നത്. ഫീൽഡ് കണക്ഷൻസ് ചേഞ്ച് ചെയ്താൽ റൊട്ടേഷൻ ദിശ നമുക്ക് തിരിക്കാൻ പറ്റും. യൂണിവേഴ്സൽ മോട്ടോറുകൾ ഹെയർ ഡ്രയർ, കിച്ചൺ ഉപകരണങ്ങൾ, സ്യൂയിങ് മെഷീനുകൾ, വാക്വം ക്ലീനർ, മിക്സർ ഗ്രൈൻഡർ എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈ മോട്ടറിൽ കമ്മ്യൂട്ടേറ്റർ, ബ്രഷസ്, ബെയറിങ്സ് ഇവയെല്ലാം ഉണ്ട്. മിക്സർ പഠിക്കുമ്പോൾ ഈ മോട്ടറിലുണ്ടാകുന്ന തകരാറുകളും പരിഹാരങ്ങളുമൊക്കെ നമ്മൾ വിശദമായി വീണ്ടും പഠിക്കും. ബ്രഷ്ലെസ് DC മോട്ടർ. കമ്മ്യൂട്ടേറ്ററും ബ്രഷുകളും ഇല്ലാത്ത മോട്ടറാണ് ബ്രഷ്ലെസ് DC മോട്ടർ. അതുകൊണ്ട് ബ്രഷ് തേയ്മാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ മോട്ടോറുകൾക്ക് ഇല്ല. അതിനാൽ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ്.
ബ്രഷ് തേയ്മാനം മൂലമുള്ള സ്പാർക്കിംഗ്, ബ്രഷുള്ള മോട്ടോറുകൾക്കുള്ള സ്പീഡ് ലിമിറ്റ്, പോൾ ലിമിറ്റ് എന്നിവയും ഇവയ്ക്കില്ല. ബ്രഷ്ലെസ് DC മോട്ടോറുകളുടെയും പ്രധാന ഭാഗങ്ങൾ സ്റ്റേറ്ററും റോട്ടറുമാണ്. സ്റ്റേറ്റർ നിശ്ചിത പോളിൽ വൈൻഡ് ചെയ്തിരിക്കുന്നു. സ്റ്റേറ്റർ വൈൻഡിംഗ് കൺട്രോൾ സർക്യൂട്ടായ ഇൻ്റഗ്രേറ്റഡ് സ്വിച്ചിംഗ് സർക്യൂട്ടുമായി കണക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ മോട്ടോറുകളെ ഇലക്ട്രോണിക്കലി കമ്മ്യൂട്ടേറ്റഡ് മോട്ടോർ എന്നും പറയുന്നു. റോട്ടറുകളിൽ പെർമനൻ്റ് മാഗ്നറ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നു. BLDC മോട്ടോർ രണ്ട് രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു: ഇന്നർ റോട്ടർ ഡിസൈനും ഔട്ടർ റോട്ടർ ഡിസൈനും. ഇതിൽ ഇന്നർ റോട്ടർ ഡിസൈനിന് ഔട്ട്പുട്ട് സ്പീഡ് കൂടുതലാണ്, ടോർക്ക് കുറവാണ്. ഔട്ടർ റോട്ടർ ഡിസൈനിന് സ്പീഡ് കുറവും ടോർക്ക് കൂടുതലുമാണ്. സ്റ്റേറ്ററിലെ കൺട്രോൾ സർക്യൂട്ട് നിശ്ചിത വൈൻഡിങ്ങുകളെ നിശ്ചിത പാറ്റേണിൽ എനർജൈസ് ചെയ്യുന്നു. റോട്ടർ മാഗ്നറ്റ് സ്റ്റേറ്ററിലെ എനർജൈസ് ചെയ്ത മാഗ്നറ്റിനൊപ്പം അലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ എനർജൈസ് ചെയ്യുന്ന സ്റ്റേറ്ററിനൊപ്പം അലൈൻ ചെയ്യുന്ന റോട്ടർ കറങ്ങാൻ തുടങ്ങുന്നു. BLDC മോട്ടോറുകളുടെ അഡ്വാൻറ്റേജസ്: റെസ്പോൺസീവ്നെസ്, ക്വിക്ക് ആക്സിലറേഷൻ, റിലയബിലിറ്റി, ലോങ് ലൈഫ് സ്പാൻ, ഹൈ സ്പീഡ് ഓപ്പറേഷൻ, ഹൈ പവർ ഡെൻസിറ്റി തുടങ്ങിയവയാണ്. BLDC മോട്ടോറുകൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഫാൻ, കോർഡ്ലെസ് പവർ ടൂൾസ്, ടേൺ ടേബിൾസ്, ഓട്ടോമേഷൻ എക്യുപ്മെൻറ്റ് എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്നു. സ്റ്റെപ്പർ മോട്ടോഴ്സ്. സ്റ്റെപ്പർ മോട്ടോറുകൾ ബ്രഷ്ലെസ് DC മോട്ടോർ ആണ്. ഒരു റൊട്ടേഷൻ തുല്യമായ പല സ്റ്റെപ്പുകളിലായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഹൈബ്രിഡ് സ്റ്റെപ്പ് മോട്ടോറുകൾക്ക് മാഗ്നറ്റിക് ബെയറിംഗ് ഷാഫ്റ്റാണ് ഉള്ളത്. ഇതിനു ചുറ്റുമായി ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റേറ്റർ എനർജൈസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റർ റോട്ടർ മാഗ്നറ്റിനനുസരിച്ച് അലൈൻ ചെയ്യുന്നു. മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുകയും സ്റ്റേറ്റർ ഫീൽഡിനനുസരിച്ച് സ്റ്റെപ്പായി മാത്രം റോട്ടർ തിരിയുകയും ചെയ്യുന്നു. പലതരത്തിലുള്ള സ്റ്റെപ്പർ മോട്ടോറുകൾ പെർമനൻ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ, വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ, ഹൈബ്രിഡ് സ്റ്റെപ്പർ എന്നിവയാണ്. സ്റ്റെപ്പർ മോട്ടോറുകൾക്ക് റിലയബിലിറ്റി, ലൈഫ്, എഫിഷ്യൻസി എന്നിവ വളരെ കൂടുതലാണ്. ഈ മോട്ടോറുകൾ ബ്രഷ് ഇല്ലാത്തതിനാൽ സ്പാർക്കിംഗ് ഇല്ല. നോയിസ് വളരെ കുറവാണ്. ടോർക്ക് വളരെ കൂടുതലാണ്. ബ്രഷ്ലെസ് മോട്ടോറുകളെയും ബ്രഷുള്ള മോട്ടോറുകളെയും നമുക്കൊന്ന് താരതമ്യ പഠനം നടത്താം. ബ്രഷ്ലെസ് DC മോട്ടോർ, ബ്രഷ്ഡ് DC മോട്ടോർ. ബ്രഷ്ലെസ് DC മോട്ടോറുകൾക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ്. ബ്രഷ് തേയ്മാനം ഉണ്ടാകുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ ബ്രഷ് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പാർക്കിംഗ് വളരെയധികം ഉണ്ടാകുകയും മോട്ടറിന് വൈൻഡിങ്ങിന് തകരാറുണ്ടാകുകയും ചെയ്യും. ബ്രഷുള്ള മോട്ടോറുകൾക്ക് പീരിയോഡിക് മെയിൻ്റനൻസ് ആണ്. ഇടയ്ക്കിടെ മെയിൻ്റനൻസ് അത് വരുന്നു. ബ്രഷ്ലെസ് മോട്ടോറുകൾക്ക് സ്പാർക്കിംഗ് ഉണ്ടാകുന്നില്ല, നോ സ്പാർക്കിംഗ്. കാരണം എയർ ഗ്യാപ്പിലാണ് ബ്രഷ് തേയ്മാനം മൂലം എയർ ഗ്യാപ്പിൽ സ്പാർക്ക് ഉണ്ടാകുന്നത് ഒഴിവാക്കപ്പെടുന്നു. ബ്രഷ്ഡ് മോട്ടോറുകൾക്ക് സ്പാർക്കിംഗ് വളരെ കൂടുതലാണ്. ഇത് കോയിൽ ചൂടാകാൻ ഉള്ള കാരണം ഉണ്ടാക്കുന്നു. ബ്രഷ്ലെസ് DC മോട്ടോറുകൾക്ക് സ്പീഡ് ലിമിറ്റ് ഇല്ല, പോൾ ലിമിറ്റും ഇല്ല. ബ്രഷുള്ള മോട്ടോറുകൾക്ക് സ്പീഡ് ലിമിറ്റും പോൾ ലിമിറ്റും ഉണ്ട്. ബ്രഷ്ലെസ് DC മോട്ടോർ ലെസ് റെഗ്ഡ് ആണ്. ബ്രഷ്ഡ് DC മോട്ടോർ റെഗ്ഡ് കൺസ്ട്രക്ഷൻ ആണ്. ബ്രഷ്ലെസ് DC മോട്ടോറുകൾക്ക് എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ബ്രഷ്ഡ് മോട്ടോറുകൾക്ക് എഫിഷ്യൻസി വളരെ കുറവാണ്. ബ്രഷ്ലെസ് DC മോട്ടോറുകൾക്ക് ലൈഫ് കൂടുതലാണ്, റിലയബിലിറ്റിയും കൂടുതലാണ്. ബ്രഷുള്ള മോട്ടോറുകൾക്ക് ബ്രഷ്ലെസ് മോട്ടോറുകളെ താരതമ്യം ചെയ്യുമ്പോൾ ലൈഫ് കുറവാണ്, റിലയബിലിറ്റിയും കുറവാണ്. ബ്രഷ്ലെസ് മോട്ടോറുകൾക്ക് നോയിസ് കുറവാണ്, ബ്രഷ്ഡ് മോട്ടോറുകൾക്ക് നോയിസ് കൂടുതലാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇവയിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണോ എന്നുള്ള ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിനായി 2 ഫേസ് മോട്ടറാക്കി കൺവെർട്ട് ചെയ്യുന്നു. എന്നാൽ മാത്രമേ അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ വേരി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയുള്ളൂ.
ഒരൊറ്റ കോയിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോർക്ക് പൾസേറ്റിംഗ് ആണ്. അതിന് റോട്ടറിനെ തിരിക്കാനുള്ള കഴിവ് ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച എല്ലാ മോട്ടറുകളിലും സ്റ്റേറ്ററിൽ 2 കോയിലുകൾ ഉള്ളത്. അപ്പോൾ 2 കോയിലുകളിലെയും ഫേസ് വ്യതിയാനം കൊണ്ടാണ് അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കുണ്ടായിട്ടുള്ള സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പാഠഭാഗത്തു നിന്നും നിരവധി ചോദ്യങ്ങൾ എക്സാമിന് വരാറുള്ളതാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകൾ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണോ? എന്തുകൊണ്ട്? ഒരു CSIR മോട്ടറിൻ്റെ കപ്പാസിറ്റർ തകരാറായാൽ മോട്ടർ പ്രവർത്തിക്കുമോ? എന്തുകൊണ്ട്? ഷേഡഡ് പോൾ മോട്ടറിൻ്റെ പ്രവർത്തനം, യൂണിവേഴ്സൽ മോട്ടറിൻ്റെ പ്രവർത്തനം, ബ്രഷ്ലെസ് DC മോട്ടറിനെ ബ്രഷുള്ള മോട്ടറുകളുമായിട്ട് താരതമ്യം ചെയ്തെഴുതുക. ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിനകത്തു നിന്നും ചോദിക്കാറുണ്ട്. നമ്മൾ പഠിച്ച എല്ലാ മോട്ടറുകളുടെയും വൈൻഡിങ് ഡയഗ്രാം ഉൾപ്പെടുന്ന പടം നിങ്ങളൊരു ചാർട്ട് പേപ്പറിൽ അസൈൻമെൻ്റ് ആയിട്ട് വരച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് സബ്മിറ്റ് ചെയ്യുക. ഈ കൊറോണ കാലത്ത് നിങ്ങളെല്ലാവരും അവനവൻ്റെ വീടുകളിൽ സുരക്ഷിതരായിരിക്കുക. ഈ ചാപ്റ്ററിൽ നിന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ അപ്ലയൻസസ് സർവീസിംഗ് എന്നുള്ള പാഠഭാഗത്തിൽ എല്ലാ മോട്ടറുകളെക്കുറിച്ചും നിങ്ങൾ അതിൻ്റെ എല്ലാം തകരാറുകളും പരിഹാരങ്ങളും തുടർന്ന് പഠിക്കുന്നതാണ്. എല്ലാവർക്കും ശുഭദിനാശംസകൾ.